ടീച്ചറുടെ ഗ്രൂപ്പ് ഉണ്ട്. എന്താ അന്ന് എന്റെ വാട്സപ്പ് നമ്പർ ഒന്ന് തരാം, അതൊന്ന് ഇതിലൊന്ന് ആഡ് ചെയ്യോ? അഡ്മിൻ വേറെ ആരുണ്ടാണ്? അതൊന്ന് നിങ്ങൾ പറഞ്ഞാ മതി. ആ നമ്പർ അതിനകത്തേക്ക് ഞാൻ സെൻഡ് ചെയ്തേക്കാം. ഓക്കെ, ഞാൻ എന്റെ നമ്പറും സെൻഡ് ചെയ്താ നിക്കാം. കഴിഞ്ഞാണോ? ആ പ്രീ ഡിസാസ്റ്റർ ഫേസ് എടുത്തല്ലേ നമ്മള് ട്രെയിനിങ് വരെ പറഞ്ഞില്ലേ? നെക്സ്റ്റ് വരുന്നത് അലേർട്ട് ഫേസ് ആണ് കേട്ടോ. അലേർട്ട് ഫേസ്. എന്താണ് അലേർട്ടേഷൻ കൊടുക്കാന്ന് പറയുന്നത്? അലേർട്ട് ഫേസ് ഡിസാസ്റ്റർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പീരീഡ് ആണ് ഇത് അലേർട്ട് ഫേസ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഡിസാസ്റ്റർ ഫേസ് എന്നാണ് മറ്റേ ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ? The alert phase refers to the period when a disaster is developing. The duration of the alert phase varies according to the type of disaster. For example, it is non-existent for earthquake, short but crucial in case of hurricane, and quite long in case of drought and famine. Okay. So, a disaster develop ചെയ്ത് ഇരിക്കുന്ന ഒരു ഘട്ടത്തെയാണ് നമ്മൾ ദുരന്തത്തിന്റെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അലേർട്ട് ഫേസ് എന്ന് പറയുന്നത്. വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണത് അലേർട്ട് ഫേസ് എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ, ഈ പോയിന്റ് അണ്ടർലൈൻ ചെയ്തേ. അലേർട്ട് ഫേസ് refers to the period when a disaster is developing. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ഏത് ദുരന്തമാണോ അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ പ്രിപ്പയർഡ് ആവേണ്ടത്. അതായത് ദുരന്തത്തിന്റെ തരം അനുസരിച്ചിട്ട് ഇപ്പൊ ഇവിടെ എർത്ത് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്ലഡ്, ഡ്രോട്ട്, ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ വരൾച്ച എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഓരോ ദുരന്തത്തിന്റെ തീവ്രത അനുസരിച്ചിട്ടായിരിക്കുള്ളൂ അവിടെ ആ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ആ ദുരന്തം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഫ്ലഡ് പറയുകയാണെങ്കിൽ ലാൻഡ് സ്ലൈഡ് പറയുകയാണെങ്കിൽ ഇപ്പൊ ഓൾറെഡി ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന വിചാരിക്കും, ഉണ്ടായി എന്ന് നമ്മൾ വിചാരിക്കും. ഓക്കെ, ഏകദേശം കുറെ സമയത്തേക്ക് പിന്നെ എന്താണ് അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ദെൻ പിന്നീട് കുറച്ച് സമയം ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പിന്നെ എന്ത് സംഭവിക്കാം? പിന്നെ ഉരുൾപൊട്ടാനുള്ള സാധ്യത ഉണ്ടോ? ഒരു പ്രാവശ്യം പൊട്ടുള്ളൂ ഉരുൾപൊട്ടൽ ഉണ്ടാവുള്ളൂ? ഇല്ല അല്ലെ, രണ്ടാമത് ചാൻസ് ഉണ്ട്. അതായത് ഓൾറെഡി ലാൻഡ് സ്ലൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഉരുൾപൊട്ടൽ ഉണ്ടായി, പക്ഷെ ഏകദേശം കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഏതാനും മണിക്കൂറുള്ളിൽ പിന്നെയും എന്താണ് മഴയും ആഘാതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് അത് പൊട്ടാനും പിന്നീട് എന്താണ് വലിയൊരു ദുരന്തത്തിലേക്ക് പിന്നെയും അത് വളർന്നുകൊണ്ടേയിരിക്കും, അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഓരോ ഡിസാസ്റ്റർ ദുരന്തത്തിന്റെ തരം അനുസരിച്ചിട്ടായിരിക്കും അത് ഡെവലപ്പിംഗ് കപ്പാസിറ്റി കൂടി വരുന്നത്. അതേത് തരം എർത്ത് ആണെങ്കിലും കുറെ സമയം എന്താണ് ഭൂമികൾക്ക് ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ എന്താണ് അത് സ്റ്റോപ്പ് ചെയ്യും. പിന്നെന്താണ് ഏകദേശം കുറച്ച് സമയങ്ങൾക്ക് ശേഷം പിന്നീട് അത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത് പിന്നെയും വലിയ ദുരന്തങ്ങളിലേക്ക് ചിലപ്പോ എന്താണ് അത് നയിച്ചേക്കാം. അപ്പൊ ഓരോ ദുരന്തത്തിന്റെ തരം അനുസരിച്ചിട്ടാണ് നമ്മളുടെ ജാഗ്രത പുലർത്തേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ ജാഗ്രത അനുസരിച്ച് ഓരോ ഡിസാസ്റ്ററിന്റെ ദൈർഘ്യം വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് അലേർട്ട് ഫേസ്. അതായത് ആ ഒരു ദുരന്തം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇത് അലേർട്ട് ഫേസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഇനി ഇമ്പാക്ട് ഫേസ് എന്തായിരിക്കും? ഇമ്പാക്ട് ഫേസ് ഇമ്പാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് ഇമ്പാക്ട് ഫേസ്?
impact base. The need of the community during this phase depend largely on the characteristics of disaster and the degree of preparedness. Earthquakes, for example, are unpredictable and unexpected and extremely deadly. By contrast, hurricane and cyclones are usually more predictable. Okay. Impact phase എന്ന് പറയുമ്പോൾ എന്തിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്? നമുക്ക് പല ഡിസാസ്റ്ററുകളും ചിലത് പ്രവചിക്കാൻ പറ്റുന്നതായിരിക്കും. പ്രവചിക്കാൻ പറ്റുന്ന ഡിസാസ്റ്റർ ഏതൊക്കെയാണ്? വന്നേക്കാം, ഉണ്ടായേക്കാം എന്നൊക്കെ പറയൂലേ നമ്മള്. ഏത് തരം ഡിസാസ്റ്ററുകളാണ്? ചുഴലിക്കാറ്റുകൾ അല്ലെങ്കിൽ മഴ, അല്ലെ? അതിശക്തമായിട്ടുള്ള മഴയൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ കാലാവസ്ഥ പ്രവചനങ്ങൾ പറയാനില്ലേ, 2-ാം തീയതി അല്ലെങ്കിൽ ഇന്ന സമയത്ത് മഴ കേരളത്തിൽ അതിശക്തമായ മഴ ഉണ്ടായേക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ ന്യൂസിലൊക്കെ. ഓക്കെ, അതൊക്കെ എന്താണ്? പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് അത് പ്രിപ്പയർഡ് ആവാൻ പറ്റും. അത്തരം ഡിസാസ്റ്റർ ആണ് വരാം. അത് ചുഴലിക്കാറ്റ് ഉണ്ടാകും അല്ലെങ്കിൽ ഇത്ര അപകടം ഉണ്ടാകും എന്ന് നമ്മള് മുൻകൂട്ടി അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ പറ്റും, അല്ലെ? പ്രിപ്പയർഡ് ആവാൻ പറ്റില്ലേ? ഓക്കെ, പ്രിപ്പയർഡ് ആയിരിക്കാനായിട്ട് സാധിക്കും. യെസ്. പക്ഷെ നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഡിസാസ്റ്ററുകൾ ഉണ്ടെങ്കിലോ? അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഏതൊക്കെ കാറ്റഗറിയാണ് വരുന്നത്? അൺപ്രഡിക്റ്റബിൾ ഇവിടെ പറയുന്നത് എർത്ത്ക്വേക്സ് ആണ്, അല്ലെ? എർത്ത്ക്വേക്സ്, ഭൂകമ്പങ്ങൾ നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല, അല്ലെ? അത് പ്രെഡിക്റ്റ് ചെയ്യാം. ഫ്ലഡും പ്രെഡിക്റ്റബിൾ അല്ല. പക്ഷെ ഇപ്പൊ ലാൻഡ് സ്ലൈഡോ ഉരുൾപൊട്ടലോ പ്രെഡിക്റ്റബിൾ ആണോ? ഉരുൾപൊട്ടല് പ്രെഡിക്റ്റബിൾ ആണ്, അല്ലെ? ഉരുൾപൊട്ടാൻ സാധ്യത ഉണ്ടെന്ന് നമ്മൾ അറിയാം. കാരണം മഴ സീസൺ ഒക്കെ തുടങ്ങി കഴിഞ്ഞാല് മലയോര പ്രദേശങ്ങളിൽ എന്തായാലും എന്താണ് ഉരുൾപൊട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കും, അല്ലെ? അങ്ങനെ നമ്മൾ കുറെ ആൾക്കാരൊക്കെ ആ ഒരു പ്രദേശത്ത് നിന്ന് ഒഴിപ്പിക്കാറുണ്ട്, അല്ലെ? അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാം. അതായത് അതിന്റെ ഇമ്പാക്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അത് പ്രിപ്പയർഡ് ആവുന്ന ഒരു തരം ഘട്ടമാണത് ഇമ്പാക്ട് ഫേസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പ്രിപ്പയർഡ് ആവും. അത് 2 കാറ്റഗറീസ് ആയിട്ട് പറയാം. ഒന്ന് പ്രെഡിക്റ്റബിൾ ആവുന്നതിലാണ് നമ്മൾ കൂടുതൽ, അതായത് പ്രവചിക്കാൻ പറ്റുന്ന ദുരന്തങ്ങള് മാത്രമേ നമുക്ക് ആ ഒരു അതിൽ പ്രിപ്പയർ ചെയ്തിരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള വരുന്ന ദുരന്തങ്ങൾ എന്താണ്? നമുക്ക് ചിലപ്പോ തയ്യാറെടുപ്പുകൾ എടുക്കാതെ തന്നെ എടുക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ഓക്കെ, ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടെന്നത് വന്നു കഴിഞ്ഞാൽ മാത്രം അറിയാൻ സാധിക്കുള്ളൂ. മറ്റത് നമുക്കറിയാം, ചുഴലിക്കാറ്റും അല്ലെങ്കിൽ മറ്റു ഫ്ലഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത്രത്തോളം ഇമ്പാക്റ്റുകൾ അല്ലെങ്കിൽ ഇത്രത്തോളം അപകടങ്ങളും റിസ്കുകൾ ഉണ്ടാവും നമുക്ക് പ്രവചിച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അതിനുള്ള പ്രിപ്പയർനെസ് എടുക്കുകയും ചെയ്യും. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഫസ്റ്റ് പാരാഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങള്. യെസ്. Most deaths in earthquakes are due to crushing injuries occurring immediately or soon after the impact. Additional deaths are due to the burns from fire, which sometimes break out soon after. In earthquakes, there is a high level of mortality as a result of people being crushed by falling objects. Earthquakes at night are more deadly. Okay, കാര്യങ്ങളിൽ പറയാം. എന്താ പറയുന്നത്? എർത്ത്ക്വേക്സ്, ഒരു ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ, വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളതല്ലേ? വലിയൊരു ഇമ്പാക്ട് തന്നെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെ? ഒരേ സമയം ചിലപ്പോ പല രീതിയിലായിരിക്കും അത് നമ്മളെ ഓരോരുത്തരെ, അതായത് വലിയ വലിയ തൊട്ടടുത്ത് കെട്ടിടങ്ങളൊക്കെ ഉണ്ടെങ്കിലോ, വലിയ കെട്ടിടങ്ങൾ നമ്മുടെ തൊട്ടടുത്തുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും? അതൊക്കെ മറിഞ്ഞു വീഴാനും ഏറ്റവും കൂടുതൽ മോർട്ടാലിറ്റി, മരണനിരക്ക് കൂടുന്നത് എന്തുകൊണ്ടാണ്? എർത്ത്ക്വേക്സിന്റെ ഹൈ ലെവൽ ഓഫ് എർത്ത്ക്വേക്സ് ആണ്, അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസിയിലുള്ള ഭൂകമ്പ തരംഗങ്ങൾ മൂലം എന്താണ് ഒരുപാട് അപകടങ്ങൾ കൂടുതലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്, അല്ലെ? ഏറ്റവും കൂടുതൽ മരണനിരക്കും എന്തിനാണ് ഉണ്ടായിട്ടുള്ളത്? എർത്ത്ക്വേക്സിലൂടെ, ഭൂകമ്പത്തിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്കറിയാം, ഭൂകമ്പം ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഒബ്ജക്ട്സുകളൊക്കെ താഴേക്ക് വീഴുന്നത്? ഇങ്ങനെയാണ്. വലിയ കനമുള്ള പലതരം ഒബ്ജക്ട്സുകളായിരിക്കും നമ്മള് ക്രഷ് ചെയ്ത് ഒബ്ജക്ട്സുകളെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് വീഴും, അല്ലെ? ഓക്കെ, അപ്പൊ വീഴുന്ന സമയം തന്നെ എന്താണ്? അപ്പൊ തന്നെ മരണപ്പെടുന്ന ആൾക്കാരുണ്ട്, ഓൺ ദ സ്പോട്ടിൽ തന്നെ മരണപ്പെടുന്നവരുണ്ട്. പ്രത്യേകിച്ച് രാത്രിയാണ് എർത്ത്ക്വേക്ക് ഉണ്ടാവുമെങ്കിലോ, രാത്രി കാലങ്ങളില് നമ്മളെല്ലാവരും എന്താണ്? ഉറങ്ങുകയാണ്, അല്ലെ? രാത്രി ഒന്നും അറിയാൻ പറ്റില്ല.
അത്ര ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അപ്പൊ തന്നെ ആ സ്പോട്ടിൽ തന്നെ മരിക്കും. നിങ്ങൾ ഉറങ്ങിയല്ലല്ലോ പിള്ളേരെ? ഉറങ്ങിയാണോ? റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നത്. ഓക്കെ. ഇപ്പൊ നൈറ്റിൽ വരുന്നതാണെങ്കിൽ കൂടുതൽ ആഘാതം ഉണ്ടാകും അല്ലെ? നൈറ്റിൽ ഉണ്ടാകുന്ന അപകടങ്ങളാണെങ്കിൽ, ദേശീയ ഭൂകമ്പങ്ങളാണെങ്കിൽ എന്താണ്, ഒരുപാട് പേര് അതിൽ മരണപ്പെടും. ഇനി നൈറ്റിൽ ഉണ്ടാകുന്ന അപകടങ്ങളുടെ ഈ ഭൂകമ്പത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പരിക്കേൽക്കുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പെൽവിസ്, ത്രോക്സ് ആൻഡ് സ്പൈനൽ. പെൽവിസ് എന്താണ്? പെൽവിസ് സോറി, തൊറാക്സ് അല്ല, തൊറാക്സ്. തൊറാക്സ് ആൻഡ് സ്പൈൻ. സ്പൈൻ അറിയാലോ, നട്ടല്ലാണ്. തൊറാക്സ് എന്താണ്? തൊറാക്സ് നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗങ്ങള് അല്ലെ. ദെൻ പെൽവിസ് എന്ന് പറയുന്നത് എന്താ? പെൽവിസ് കേട്ടിട്ടുണ്ടോ? പെൽവിസ്. പെൽവിസ് ഒക്കെ നമ്മൾ എന്തോരം ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇടുപ്പല്ലൊക്കെ ഇല്ലേ? ഇടുപ്പ് എന്ന് പറയില്ലേ നമ്മള്? ഇടുപ്പല്ല. ഓക്കെ. അവിടെയൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് ഇപ്പോ നൈറ്റ് സംഭവിക്കുന്ന ഫ്രാക്ചർ. അവിടെയൊക്കെ എന്താ മുടിവുകൾ സംഭവിക്കാനായിട്ട്, അതായത് രാത്രിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആഘാതങ്ങൾ സംഭവിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വീഴുന്നത്. ഓക്കെ. ചിലപ്പോ അപ്പൊ തന്നെ എന്താണ്, നമ്മുടെ ബെഡിൽ വെച്ച് തന്നെ മരണപ്പെട്ടേക്കാം. ഇനി ഡേ ടൈമിലാണെങ്കിലോ? ഡേ ടൈമിലാണ്, പകൽ സമയത്താണ് എർത്ത് ഗേറ്റ്സ് ഉണ്ടാകുമെങ്കിലോ ഏതൊക്കെ ഭാഗങ്ങൾ നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടാവും? ഒന്നും പ്രവചനാതീതമല്ല കേട്ടോ, അതിന്റെ ആഘാതം അനുസരിച്ചിട്ടായിരിക്കും ഇഞ്ചുറീസ് ഒക്കെ വരുന്നത്. എന്നാലും എങ്കിലും എന്താണ്, ഡേ ടൈമിൽ ഇഞ്ചുറീസ് എന്ന് പറയുന്നത് നമ്മുടെ ആംസിന്, ലെഗ്സിന്, കോളർ ബോണിന്. കോളർ ബോൺ അറിയാലോ, നമ്മുടെ ഈ ഒരു ബോൺസിനാണ് പറയുന്നത്. റിസ്റ്റായിട്ട് കണക്ട് ചെയ്യുന്നത് കോളർ ബോൺസ് ആണ്. അതേപോലെ തന്നെ സ്കള്ള് അല്ലെ, നമ്മുടെ തലയോട്ടിക്കൊക്കെയാണ് ഡേ ടൈംസിലൊക്കെ അത്ര, അതായത് നമുക്ക് ഓൾറെഡി ചിലപ്പോൾ ഓടാനൊക്കെ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അധികം ചിലപ്പോ അപകടങ്ങൾ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാത്രി നമ്മുടെ ചൂരൽമലയിലെ വെള്ളം ഫ്ലഡ് ഉണ്ടായത് എപ്പോഴാണ്? രാത്രിയിലാണ് അല്ലെ. അവരെല്ലാരും രാത്രിയിലാണ് സംഭവിച്ചത്. കുറെ പേരൊക്കെ ഉറങ്ങുമായിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ അപകടം പറ്റിയ ആൾക്കാരാണ്. യെസ്. ഓക്കെ. അപ്പൊ ഇത് ഇതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ എർത്ത് ഗേറ്റിംഗ് ഇമ്പാക്ട്സ് ആണ് പറഞ്ഞത് അല്ലെ. എർത്ത് ഗേറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഹൈ ലെവൽ ഫ്രീക്വൻസി ഉള്ള എർത്ത് ഗേറ്റ് തരംഗങ്ങളാണെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് കൂടും. വലിയ പ്രകമ്പനങ്ങളൊക്കെ ഇങ്ങനെ വലിയ ബിൽഡിങ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ താഴേക്ക് വീഴാനും മരണം സംഭവിക്കാനായിട്ട് കാരണമായേക്കാം. പ്രത്യേകിച്ച് നൈറ്റ് ആണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നമാകുന്നത് അല്ലെ. അത് നൈറ്റിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് എന്താണ്, പല രീതിയിൽ നമുക്ക് ഫ്രാക്ചേഴ്സ് സംഭവിക്കാം. പെൽവിസിന്, തൊറാക്സില്, സ്പൈനിലൊക്കെ എന്താണ് അപകടങ്ങൾ സംഭവിക്കും, ഫ്രാക്ചേഴ്സ് ഉണ്ടാവാം. ഇപ്പൊ ആ ബെഡിൽ തന്നെ നമ്മൾ മരണപ്പെട്ടേക്കാം. ഈ ഡേ ടൈംസിലാണെങ്കിൽ നമുക്ക് ഇഞ്ചുറീസ് എവിടേക്കാണ് ഉണ്ടാവുന്നത്? ആംസില്, ലെഗ്സില്, കോളർ ബോൺസ് ആൻഡ് സ്കൾ ആൻഡ് ഫ്രീക്വന്റ്ലി ഒക്കെ. ഓക്കെ. ഇവിടേക്ക് സാധാരണ പരിക്കുകൾ ഉണ്ടാകുന്ന പ്ലേസസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത് കേട്ടോ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇമ്പാക്ട് ബേസിസിനെ കുറിച്ചാണ് കേട്ടോ. The priorities of your relief efforts. The priorities of a relief effort following an acute natural disaster should align with these realities. The immediate response should not await detailed assessment of impact. Effectiveness of the relief effort will depend entirely on a local efforts on how adequately the community is prepared. Okay. ഈ റിലീഫ് ഓപ്പറേഷൻസ് നമ്മൾ ഈ ഘട്ടത്തിൽ, അതായത് ഈ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്താണ് പ്രയോറിറ്റീസ് കൊടുക്കുന്നത്? എങ്ങനെയുള്ള സിറ്റുവേഷൻസിലായിരിക്കുള്ളൂ? എങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും പ്രയോറിറ്റീസ് കൊടുക്കുന്നത്? ഉടനടി തന്നെ ഒരു അപകടം ഉണ്ടായാൽ ദുരിതാശ്വാസ പ്രവർത്തനം അവിടെ തന്നെ അവലംബിക്കും അല്ലെ. ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മളത് ആരംഭിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മള് എഫേർട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അപകടം പറ്റിയവരായിരിക്കും അതിൽ നിന്ന് ഏറ്റവും നമ്മളത് ഫോഴ്സ് ചെയ്തിട്ട് അത്യാവശ്യം അവർക്ക് ഉള്ള റിലീഫ് എഫേർട്സ് കൊടുത്ത് അവരെ എന്താണ്, ഇപ്പൊ ജീവന് അത്യാവശ്യം ചിലവരെന്താണ്, ചില സാധനങ്ങളൊക്കെ വീണ്ടും നമ്മൾ കണ്ടിട്ടില്ലേ, തല മാത്രം ചിലപ്പോ പുറത്തായിരിക്കും, ബാക്കി ഉടലുകളൊക്കെ ചിലപ്പോ താഴേക്കായിരിക്കും. കണ്ടിട്ടുണ്ടോ? എർത്ത് ഗേറ്റ്സിന്റെ ആ വീഡിയോസ് കണ്ടവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. ഓക്കെ.
അല്ലെങ്കിൽ ചിലപ്പോൾ കാലൊക്കെ കുടുങ്ങി കിടന്നിട്ടൊക്കെ അങ്ങനെ. അപ്പൊ നമ്മൾ ആദ്യം അവർക്കാണ് പ്രയോറിറ്റി കൊടുത്തിട്ട് എന്താണ് പ്രയോറിറ്റീസ് അനുസരിച്ചിട്ടായിരിക്കും അത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ എക്സ്ട്രാ ബ്ലീഡിംഗ് ഒക്കെ കാണുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് അതായത് പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ റിലീഫ് പ്രവർത്തനങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എന്താണ് അത് ശരിക്കും ഇമ്പാക്ട് ഫേസ് അസസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ റിലീഫ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നമ്മളോട് ആരംഭിക്കുന്നത്. നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല ആരൊക്കെ ഏതൊക്കെ അവസ്ഥയിലാണ്. ഇപ്പൊ പ്രയോറിറ്റി അനുസരിച്ചിട്ട് മാത്രമായിരിക്കും നമ്മൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ കൊടുത്തവരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ആ ഒരു പ്രവർത്തനമാണ് ആരംഭിക്കുന്നത്. The effectiveness of relief effort will depend entirely on local efforts, on how adequately the communities prepare. Effective ആയിട്ടുള്ള റിലീഫ് എഫേർട്സുകള് ആരെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്? നമ്മളൊരു അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വലിയ വലിയ ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുൻപായിട്ട് ആരൊക്കെയാണ് എത്തിച്ചേരാറ്? ആരൊക്കെയാണ്? വലിയ വലിയ ഉദ്യോഗസ്ഥരും ഫോഴ്സസ് എത്തിച്ചേരുന്നതിന് മുമ്പ് നമ്മൾ ആരെയൊക്കെയാണ് അവിടെ കാണാറ്? ആരൊക്കെയാണ്? ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും അല്ലെ? ആ പ്രദേശത്തുള്ള ആൾക്കാർ എത്തിച്ചേരും. എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് ആ പ്രദേശത്തുള്ള ആ പ്ലേസിലുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് എത്തിച്ചേർന്ന കമ്മ്യൂണിറ്റി, ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിറ്റി അവിടെ പ്രിപ്പയർഡ് ആവും അല്ലെ? അവരെ രക്ഷിക്കാനായിട്ട് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ അവരുടെ ആൾക്കാർ തന്നെയായിരിക്കും, ആ ചുറ്റുപാടുള്ള ആൾക്കാർ തന്നെയായിരിക്കുള്ളൂ പ്രിപ്പയർഡ് ആയി വരുന്നത്. ഓക്കെ, അതായത് ദുരിതാശ്വാസ പ്രവർത്തനം എഫക്റ്റീവ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നത് കൂടുതലും ലോക്കൽ എഫേർട്സ് ആണ് അല്ലെ? നൈബേഴ്സ് എന്നല്ല, ആ ചുറ്റുപാടുള്ളവർ തന്നെ അല്ലെ? അതായത് ആ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഡിസാസ്റ്ററിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഓക്കെ, during this phase, planning will include activation of the response mechanism, daily monitoring, updating of response measures if necessary, and coordinating outside assistance. ഇനി ഈ ഒരു ഇമ്പാക്ട് ഫേസിൽ നമ്മള് എന്താണ് ശരിക്കും നമ്മളവിടെ ആ ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് ശരിക്കും അവിടെ നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ടാണ് അവിടെ പ്രവർത്തനം നടത്തുന്നത് അല്ലെ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് ഈ ലോക്കൽ സപ്പോർട്ട് മാത്രം ഈ ഒരു സമയത്ത് നമുക്ക് ചിലപ്പോൾ എന്താണ് സാധ്യമാവണമെന്നില്ല. എല്ലാ ലോക്കൽ സപ്പോർട്ട് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് അവരെല്ലാവരും രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് റെസ്പോൺസ് മെക്കാനിസം കുറച്ചും കൂടെ അതായത് ഡെയിലി മോണിറ്ററിങ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റു റെസ്പോൺസിബിലിറ്റികളായിട്ടുള്ള ഔട്ട്സൈഡ് അസിസ്റ്റൻസ് നമുക്ക് ആവശ്യമാണ് അല്ലെ? അതായത് സാധാരണ ലോക്കൽ എഫേർട്ട് മാത്രമല്ല, നമുക്ക് എന്താണ് മറ്റ് സംവിധാനങ്ങൾ മറ്റ് ഫോഴ്സസും കൂടി ഇറങ്ങി ചേർന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇമ്പാക്ട് ഫേസിൽ ആ ഒരു സിറ്റുവേഷനെ മറികടക്കാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ലോക്കൽ സപ്പോർട്ട് മാത്രമല്ല വേണ്ടത്, എന്താണ് അതർ ഫോഴ്സസുകൾ കൂടി നമുക്ക് അപ്ഡേറ്റിംഗ് ആയിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ആ സിറ്റുവേഷൻസിൽ ആവശ്യമായിട്ട് അതെല്ലാം തന്നെ ലഭ്യമായിരിക്കണം. ഓക്കെ, അതായത് പുറത്തുനിന്നുള്ള സഹായം ആവശ്യമാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഒറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. യെസ്, അപ്പോ ഇമ്പാക്ട് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിസാസ്റ്റർ ഇമ്പാക്ട് ഫേസ് എന്ന് പറയുന്നത് ആ ഡിസാസ്റ്റർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് അല്ലെ? അല്ലെങ്കിൽ അതിന് ഇമ്പാക്ട് ഉണ്ടായ അത്രയും ഇതിലുണ്ടായ അനുഭവം ആ ഇമ്പാക്റ്റില് ഉൾപ്പെട്ടു പോയ ആൾക്കാരെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇമ്പാക്ട് കേസസിൽ പ്രധാനമായിട്ട് നടക്കുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാല് ഈ ഡിസാസ്റ്റർ ഘട്ടം പോലെ തന്നെ, ഡിസാസ്റ്റർ ഡെവലപ്പ് ചെയ്യുന്ന ഘട്ടം പോലെ തന്നെ എന്താണ് ഉണ്ടായ ഡിസാസ്റ്റർ എന്നും ദുരന്തം അനുഭവിച്ചവരെ നമ്മൾ രക്ഷിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളുമാണ് ഈ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല അപകടത്തിലെ ഏതൊക്കെ രീതിയിലുള്ള പരിക്കുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്, രാത്രി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും പകൽ ടൈമുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ഏതൊക്കെ രീതിയിലുള്ള ഫ്രാക്ചേഴ്സുകളും അപകടങ്ങളുമാണ് സംഭവിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഇമ്പാക്ട് ഫേസിലൂടെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ റിലീഫ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ഓരോരുത്തരെ പല രീതിയിൽ രക്ഷിക്കുകയും അതിന് മെയിൻ ആയിട്ട് വരുന്നത് ഫസ്റ്റ് ലോക്കൽ സപ്പോർട്ട്സുകളായിരിക്കുള്ളൂ. അതിനുശേഷമാണ് നമുക്ക് എന്താ മറ്റ് ഔട്ട്സൈഡ് സപ്പോർട്ടുകൾ, ഔട്ട്സൈഡ് അസിസ്റ്റൻസ്, പുറത്തു നിന്നുള്ള സഹായങ്ങൾ നമുക്ക് ഈ ഒരു സമയത്ത് ആവശ്യമാണ്. അതായത് കൂടുതൽ ഫോഴ്സസ് ഇമ്പാക്ട് ബേസിസിൽ ആവശ്യമാണ് കേട്ടോ. ഇനി പോസ്റ്റ് ഇമ്പാക്ട് ഫേസ് എന്തായിരിക്കും? പോസ്റ്റ് ഇമ്പാക്ട് ഫേസ് എന്ന് പറയുന്നത് പോസ്റ്റ് ഇമ്പാക്ട് ഫേസ്
പോസ്റ്റ് ഇമ്പാക്ട് ഫേസ് എന്ന് പറയുമ്പോൾ എന്താ? അറിയോ? നമ്മൾ പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ പോസ്റ്റ് ഇമ്പാക്ട് ഫേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, ഡിസാസ്റ്ററിന് ശേഷമാണോ? ഒരു മിനിറ്റ്, ഈ പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു നോക്കി. ദുരന്തം നടന്നതിന് ശേഷമുള്ള ഒരു സമയമാണ് അല്ലെ? ആ പോയിന്റ് ഒന്ന് വായിച്ചോളൂ. അതിന്റെ പോസ്റ്റ് ഇമ്പാക്ട് ഫേസിൽ നമ്മൾ പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? ദിസ് ഫേസ് മേ ബി vary between a few days and several months following the initial impact. ഏതൊരു സമയമാണ് ഇതിപ്പോ? അതായത് ആ ദുരന്തം നടന്നതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ മുതൽ അങ്ങോട്ടുള്ള ഒരു സെവറൽ ആയിട്ടുള്ള മന്ത്സ് ആണ് ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുന്നത്. അതായത് ദുരന്തത്തിന് ശേഷമുള്ള കുറച്ച് ദിവസങ്ങൾ, പിന്നെ കുറച്ച് മാസങ്ങളായിട്ടുള്ള സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ പോസ്റ്റ് ഇമ്പാക്ട് ഫേസിൽ ചെയ്യേണ്ടതെന്നാണ് കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴും അവിടെ പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാം അല്ലെ? ഒന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടും അല്ലാതെ എന്താണ്, ഇപ്പോഴും നമുക്ക് ചൂരൽമലയിൽ നിന്ന് കുറെ പേരെ കിട്ടാനുണ്ട് അല്ലെ? മണ്ണിനടിയിൽ കുറെ പേര് പോയിട്ടുണ്ട് അല്ലെ? എല്ലാവരെയും കിട്ടിയിട്ടുണ്ടോ? ഇത്രയും നാള് കഴിഞ്ഞിട്ടും ഇപ്പോഴും തിരച്ചില് പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ കുറച്ച് ദിവസത്തോളം നമ്മൾ ആ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവിടെ അവസാനിപ്പിച്ചിട്ടില്ല. എന്ത് ചെയ്യുന്നുണ്ട്? അതായത് നമുക്ക് നമ്പർ ഓഫ് പേഴ്സൺസിന്റെ, നമ്പർ ഓഫ് വ്യക്തികളുടെ ആ ഒരു ആൾക്കാരെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ തിരച്ചില് നടത്തുന്നത്. അത് ചിലപ്പോ എന്താണ്, ഇപ്പൊ നമ്മുടെ അർജുന്റെ കേസ് അറിയില്ല നിങ്ങൾക്ക്? അർജുൻ ലോറിയില് നമ്മള് പോയത് ഓർമ്മയുണ്ടോ? എത്ര ദിവസം? 71 ദിവസമാണ് അവര് തെരച്ചിൽ നടത്തിയത് അർജുന്റെ ലോറി കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെ? 71 ദിവസം. നിങ്ങൾ നോക്കൂ എത്ര സമയം എടുത്തു എന്ന്. അതെ, അപ്പൊ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളിൽ നമ്മളത് നിർത്തുകയല്ല, അത് കണ്ടെത്തുന്നത് വരെ ആ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കും. ആളെ കണ്ടെത്തുന്നത് വരെ നമ്മൾ എന്താണ്, ആ ഒരു പ്രോസസ് അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദുരന്തത്തിന് ശേഷമാണെങ്കിൽ പോലും എന്താണ്, നമ്മൾ ആളെ അന്ന് ആ ഒരു സീരിയലിൽ അവർക്ക് ഉറപ്പായിരുന്നല്ലേ വാഹനത്തിനുള്ളില് അടിച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല? ഞാൻ 71 ദിവസവും ന്യൂസ് കണ്ടതാണ് കേട്ടോ. അതുകൊണ്ടാ പറഞ്ഞത്. ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു എന്താണെന്നുള്ളത്. 10 ദിവസം കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞപ്പോ നമ്മൾ ഉറപ്പിച്ചു ആള് മരിച്ചു അല്ലെ? പിന്നെ പലർക്കും സംശയങ്ങൾ എന്തായി, ചിലപ്പോ വേറെ എവിടെയെങ്കിലും ഒഴുകിപ്പോയി എവിടെയെങ്കിലും വന്നടിഞ്ഞിട്ടുണ്ടാവാം അങ്ങനെ വിചാരിച്ചു. അല്ലെങ്കിൽ ചിലപ്പോ ഇപ്പുറത്താണ്, ഇപ്പുറത്ത് കുറെ നേരം അന്വേഷിച്ചു. അങ്ങനെ പല പലരും പല ആംഗിളിലൂടെയാണ് ആ ഒരു പ്രശ്നത്തെ നോക്കിക്കണ്ടത്. എന്നാലും 71ാമത്തെ ദിവസം ആയപ്പോഴാണ് ആളുടെ വണ്ടി നിന്ന് കണ്ടെത്തിയത് അല്ലെ? നിങ്ങൾ കണ്ടല്ല ഒരു ന്യൂസ് കണ്ടിരുന്നോ? ന്യൂസ് ഒന്നും കാണാറില്ല നിങ്ങള്? ഓക്കെ, അപ്പൊ നമുക്ക് ഈ പോസ്റ്റ് ഇമ്പാക്ട് ഫേസ് എന്ന് പറയുമ്പോൾ ദുരന്തം നടന്ന സമയത്തുള്ള കുറച്ച് ദിവസങ്ങളല്ല പിന്നീട് അങ്ങോട്ട് അല്ലെ? അവിടെ ഒരുപാട് മാറ്റങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അത് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ആക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു ഫേസിൽ എടുക്കേണ്ടത്? ഫോളോയിങ് ആക്ഷൻസ് വിൽ ബി റിക്വയർഡ് ഡ്യൂറിംഗ് ദിസ് ഫേസ്. എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, evacuating the survivors to safe areas and providing shelters to the homeless.
പോസിറ്റീവ് ഇമ്പാക്ട് സ്പേസിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കുറെ കാര്യം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപാട് പേർക്ക് എന്താണ് അവരുടെ ഷെൽട്ടർ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെ, വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും ആൾക്കാർ, അതായത് അതിജീവിച്ച ആൾക്കാരുണ്ട്, അവരെന്താണ് നമുക്ക് സുരക്ഷിതമായിട്ട് അവരെ ഒരു ഷെൽട്ടറിലേക്ക് അവരെ മാറ്റണം അല്ലെ. ഓക്കെ, മാത്രമല്ല ഭവനരഹിതർ അല്ലെങ്കിൽ ഹോംലെസ്, വീട് നഷ്ടപ്പെട്ടവർക്ക് എന്താണ് ഇത് വീട് നൽകുകയും ചെയ്യുകയും വേണം. അതാണ് പോസ്റ്റ് ഇമ്പാക്ട് ഫേസിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതില് ദുരന്തത്തിൽ അതിജീവിച്ചവരെ സുരക്ഷിതമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ട ഷെൽട്ടേഴ്സ് ഒരുക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഷെൽട്ടേഴ്സ് കൂടി നമ്മൾ റെഡിയാക്കി കൊടുക്കേണ്ടതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ആ ഒരു സമയത്തൊക്കെ ഒരുപാട് സ്പോൺസേഴ്സ് അല്ലെങ്കിൽ വലിയ വലിയ ഉദ്യോഗസ്ഥരെ ഇവരൊക്കെ സ്പോൺസർ ചെയ്തിട്ടാണ് പലർക്കും പല രീതിയിൽ സപ്പോർട്ടിങ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ പ്രൊവൈഡിങ് ഫുഡ് ആൻഡ് വാട്ടർ അല്ലെ, ആവശ്യത്തിലധികമുള്ള ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കുക. Continue the triage and transportation of the injured to appropriate facilities. Continuing the triage and transportation of the injured to appropriate facilities. ഒന്നാമത്തെ പോയിന്റിൽ എന്താണ് പറയുന്നത്? ട്രയേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ട്രയേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എന്താണ്? ഇത് അറിയാലേ, പരിക്കേറ്റവരെ ഉചിതമായിട്ടുള്ള പ്ലേസസിലേക്ക് ആയിരിക്കണം നമ്മൾ, അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള ഫെസിലിറ്റീസിലേക്ക് ആയിരിക്കണം എത്രയും പെട്ടെന്ന് മാറ്റേണ്ടത്. ഓക്കെ, അതായത് ഇപ്പോഴും ദുരന്തത്തിന് ശേഷം എന്താണ് ചിലപ്പോ നമ്മൾക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ പല പ്ലേസിൽ നിന്നൊക്കെ കിട്ടുന്നത് അല്ലെ. ജീവനോടെ കിട്ടാറുണ്ട്, ജീവനില്ലാത്ത രീതിയിൽ കിട്ടാറുണ്ട്. ചിലവരെന്താണ് സർവൈവ് ചെയ്ത് അവിടെ കിടക്കും എങ്ങനെയെങ്കിലും ഒക്കെ. എന്നാൽ ഇതേപോലെ ചിലപ്പോ ഏതെങ്കിലും ഭാഗങ്ങൾ, ശരീരഭാഗങ്ങള് എവിടെയെങ്കിലും ഒക്കെ തടഞ്ഞ് ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കുറെ പേരെ കിട്ടുന്നത്. അവർക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? അവരെ എത്രയും പെട്ടെന്ന് ഫെസിലിറ്റീസ്, എല്ലാത്തരം ട്രീറ്റ്മെന്റ്സ് കൊടുത്ത് മറ്റു ഫെസിലിറ്റീസിലേക്ക് അവരെ മാറ്റി അവരെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് പരിക്കേറ്റ് ഉചിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ അവരെ പ്ലേസ് ചെയ്യുക, ഉചിതമായ ഫെസിലിറ്റീസിലേക്ക് അവരെ കൊണ്ടുപോകുക. ഓക്കെ, then re-establishing primary healthcare services. Re-establishing primary healthcare services എന്താണ്? പ്രാഥമികമായിട്ടുള്ള ഒരു ആരോഗ്യ സംവിധാനങ്ങൾ നമ്മൾ അവിടെ പുനഃസ്ഥാപിക്കണം. ഓക്കെ, അതായത് എല്ലാവരെയും ചിലപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള, അതായത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഹെൽത്ത് കെയർ സർവീസുകൾ, പ്രൈമറി ആയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസുകൾ എന്താണ് നമ്മൾ ആ ചുറ്റുവട്ടത്ത് തന്നെ നമ്മൾ കണ്ടിട്ടില്ല, ഓരോ വീഡിയോസിൽ കാണാൻ പറ്റും. ആ ഡിസാസ്റ്റർ ഉണ്ടായതിന്റെ തൊട്ടടുത്ത് തന്നെ ഓരോ പ്രൈമറി ഹെൽത്ത് സർവീസുകൾ ഉണ്ടാവും അവരുടെ റിലീഫ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, യെസ്, അങ്ങനെ അത് റീഎസ്റ്റാബ്ലിഷ് ചെയ്യുക. Then re-establishing sanitary measures to prevent outbreak of epidemics. Re-establishing sanitary measures. Then sanitary measures. നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം, പലതരത്തിലുള്ള എപ്പിഡമിക്സ് അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ ഉണ്ടാവും അല്ലെ. കാരണം എല്ലാം കൂടെ ഒരുമിച്ച് വന്നിരിക്കുന്ന ഒരു സമയമാണ് അല്ലെ, പ്രത്യേകിച്ച് വെള്ളത്തിലൂടെയും അല്ലെങ്കിൽ എല്ലാ ഒരു ദുരന്തം ഉണ്ടാവും നമുക്കറിയാലോ. എല്ലാ മെറ്റീരിയൽസും ഒരുമിച്ച് വരുന്ന ഒരു സമയമാണ്. അപ്പൊ പലതരത്തിലുള്ള വെള്ളത്തിൽ നിന്നാലും ഭക്ഷണത്തിൽ നിന്നാലും എന്താണ് പല പകർച്ചവ്യാധികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിലേക്ക് പ്രതിരോധിക്കുന്നതിനുള്ള ശുചിത്വ നടപടികളും നമ്മൾ ഈ ഒരു അവസരത്തിൽ പുനഃസ്ഥാപിക്കുന്നു. ഓക്കെ, ഏതവസരത്തിലാണ്? പോസ്റ്റ് ഇമ്പാക്ട് ഫേസിൽ കേട്ടോ. ഇത് പഠിക്കണം കേട്ടോ. അതായത് പോസ്റ്റ് ഇമ്പാക്ട് ഫേസിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട കുറച്ച് ആക്ഷൻസ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടത്? ഒരു 5 പോയിന്റ്സ് ഉണ്ട്, അത് പഠിക്കണം. ഫസ്റ്റ് വൺ എന്തായിരുന്നു? അതിജീവിച്ച ആൾക്കാരെ നമ്മൾ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്കും അല്ലെങ്കിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് എന്താണ് വീടുകള് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫുഡ് ആൻഡ് വാട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ്? Continue the triage and transportation of the injured appropriate facilities. അതായത് പരിക്കേറ്റവരെ നമ്മൾ ഉചിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അവർ പ്ലേസ് ചെയ്യുക. Then re-establishing primary healthcare services. പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കുക. Re-establishing sanitary measures to prevent outbreak of epidemics. പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാത്തരം ശുചിത്വ നടപടികളും സ്വീകരിക്കും. ഓക്കെ, ഇത് പഠിക്കണം കേട്ടോ.
Okay. Okay. The destruction of sanitary and sewage facilities due to disaster leads to indiscriminate disposal of liquid and solid waste and excreta, creating insanitary conditions. Adding to the problem, health consequences is a situation usually manifests in the form of food and water-borne diseases. Effect of health facilities and health manpower, which are also affected by a disaster, severely hinder the immediate mobilization of medical and public health services. Okay. നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിലുള്ള പകർച്ചവ്യാധികളും അല്ലെങ്കിൽ എന്താണ് നമുക്കറിയാം ഈ ഒരു സമയത്ത് എന്താണ് പല മെറ്റീരിയൽസും ഡിസ്പോസ് ചെയ്ത് വന്നെടുക്കുക എല്ലാ മോശമായിട്ടുള്ള എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം കൂടി എന്താണ് അടിഞ്ഞുകൂടി നമ്മൾ ആ പ്ലേസസ് കണ്ടിട്ടില്ലേ ദുരന്തങ്ങൾ നടന്നിരിക്കുന്ന സ്ഥലങ്ങള് എല്ലാ വേസ്റ്റസുകളും കൂടി അടിഞ്ഞുകൂടിയൊക്കെ കിടക്കുന്നത് കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് പ്രകൃതിക്കും അല്ലെങ്കിൽ മനുഷ്യനും ഒരേപോലെ തന്നെ അപകടകരമാണ് അല്ലെ അതവിടെ കിടന്ന് ചിലപ്പോ എന്താണ് ചിലപ്പോ നമുക്ക് അത് തന്നെ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്ന സമയത്ത് നമ്മൾ അതൊന്നും മാറ്റാൻ ആരെങ്കിലും പോകുന്നു അല്ലെ അപ്പൊ അങ്ങനെ അത് കിടന്ന് എന്താണ് മറ്റു രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാനായിട്ട് പ്രകൃതിക്ക് മനുഷ്യനും ഒരേപോലെ തന്നെ എന്താണ് അത് അപകടകരമാകാനുള്ള പല കോൺസിക്വൻസസ് ഉണ്ടാകാനുള്ള കാരണമായേക്കാം ഇത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഫുഡ് ആൻഡ് വാട്ടർ ബോൺ ഡിസീസസ് അതായത് നമുക്ക് ജലത്തിലൂടെയും വായുവിലൂടെയും വാട്ടറിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന പലതരത്തിലുള്ള ഡിസീസുകളും ഈ ഒരു കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത് ഇത്തരം ഡിസാസ്റ്റർക്ക് ശേഷമുള്ള ഒരു ഘട്ടത്തിലാണ് ഇതൊക്കെ ആരംഭിക്കുന്നത് ഓക്കെ അപ്പൊ അതൊക്കെ നമ്മൾ ഒരു പരിധി വരെ എന്താണ് കൺട്രോൾ ചെയ്യുന്നത് അത്യാവശ്യമാണ് അപ്പൊ ഈ ഒരു അസുഖം മൂലം പലതരത്തിലും പിന്നീട് എന്താണ് അപകടങ്ങൾ പിന്നീട് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ ഇത് ആരോഗ്യ സംവിധാനത്തിന് വളരെ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് ഓക്കെ ഈ ഇതുപോലെ ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് ഇത്തരം വേസ്റ്റ് മെറ്റീരിയൽസ് അടങ്ങി കൂടുന്നതോടുകൂടി എന്താണ് ഹെൽത്ത് പ്രത്യേകിച്ച് നമുക്ക് ഫുഡ് ആൻഡ് വാട്ടറിലൂടെ വരുന്ന പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനും ഇത് ആരോഗ്യ മേഖലയിൽ വൻ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാം. The effect on health facilities and health manpower, which are also affected by a disaster, severely hinder the immediate mobilization of medical and public health services. ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് എന്താണ് മനുഷ്യന്റെ ജീവനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടെന്ന് കരുതിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം അഫക്റ്റ് ഡിസാസ്റ്റർ ആ ഒരു സിറ്റുവേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം ഇമ്മീഡിയറ്റ് ആയിട്ട് മൊബിലൈസ് ചെയ്യുക. ഇമ്മീഡിയറ്റ് ആയിട്ട് മൊബിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് വേണ്ട എല്ലാത്തരം മെഡിക്കൽ പബ്ലിക് ഹെൽത്ത് സർവീസസിന്റെ ആ ഒരു സർവീസസ് പുനഃസ്ഥാപിച്ചുകൊണ്ട് അത്തരം സിറ്റുവേഷൻസിനെ നമ്മൾ വേണ്ട രീതിയിൽ എന്താണ് ഹാൻഡിൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഇത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ കാരണം ഇത്തരം പകർച്ചവ്യാധികളും ഹെൽത്ത് കോൺസിക്വൻസുകൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്താണ് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള റിസോഴ്സസുകൾ ഉപയോഗിച്ചുകൊണ്ടും പിന്നെന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഡിസാസ്റ്റർ പോസ്റ്റ് ഇമ്പാക്ട് ഫേസ് നമ്മൾ എന്ത് ചെയ്യണം മൊബിലൈസ് ചെയ്യണം. മൊബിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് മൊബിലൈസ് ഡീആക്ടിവേറ്റ് എന്നൊക്കെ പറയില്ലേ നമ്മൾ അല്ലെങ്കിൽ എന്താ പറയാ മൊബിലൈസ് ചെയ്യാന്ന് പറയുന്നത് മൊബിലൈസേഷൻ എന്താണ് ഇത് പരിമിതപ്പെടുത്തിയെടുക്കുക. അതായത് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തായാലും മറികടന്നേ പറ്റും അല്ലെ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം പബ്ലിക് ഹെൽത്ത് സർവീസസ് നമ്മൾ ആ ഒരു സിറ്റുവേഷൻസിൽ കൊണ്ടുവരേണ്ടതാണ്. അതായത് അതിൽ നിന്ന് അതിജീവിക്കാൻ റിക്കവർ ആവാൻ വേണ്ടിയിട്ടാണ് മെഷേഴ്സ് അവിടെ സ്വീകരിക്കേണ്ടത്. ഓക്കെ മനസ്സിലായത് ഇവിടെ ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. മൂവബിൾ ആൻഡ് ക്യാപ്പബിൾ.
ഇനി ജനറൽ കൺസിഡറേഷൻ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ്. Disaster management can be considered as an extension of emergency services of medical care institution on a large scale. The normal working system of a hospital cannot bear the sudden demands on its system unless it is prepared for it in advance. General consideration എന്ന് പറയുന്നത് എന്തായിരിക്കും? കൺസിഡറേഷൻ എന്താണ്? നമ്മള് ഡിപ്ലോമയിൽ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. എന്താണ്, എന്തിനാണ് ഹോസ്പിറ്റലിൽ ഒരു ഡിസാസ്റ്റർ മാനുവൽ പ്ലാൻ അല്ലെങ്കിൽ പ്രിപ്പയർനെസ് പ്ലാൻ തയ്യാറാക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നീഡ് ഫോർ ഡിസാസ്റ്റർ പ്ലാനിങ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞ ഭാഗം പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? എന്തിനാണത്? എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? എമർജൻസി പ്ലാൻ അല്ലെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കുന്നത്. ഹോസ്പിറ്റലിലെ ഒരു വലിയ എമർജൻസി, അതായത് നമുക്കറിയാം ഓവർ കപ്പാസിറ്റി ഉള്ള പേഷ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഓവർഫ്ലോ ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുക അല്ലെ. അതിനെ മാനേജ് ചെയ്യണമെങ്കിൽ ഹോസ്പിറ്റൽ എങ്ങനെയായിരിക്കണം? പ്രിപ്പയർഡ് ആയിരിക്കണം അല്ലെ. പ്രിപ്പയർഡ് ആവുന്ന സമയമാണെങ്കിൽ എന്ത് സംഭവിക്കും? നോർമൽ വർക്കിംഗ് പോലെ നോർമൽ വർക്കിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല അവിടെ ഉണ്ടായിരിക്കുന്നത് അല്ലെ. കാര്യം എന്താണ്? മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസിലാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനധികമുള്ള റിസോഴ്സസുകൾ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിരിക്കും. അവൈലബിൾ ആയില്ലെങ്കിൽ എന്താണ്? അത് ഹോസ്പിറ്റലിന് തന്നെ താങ്ങാൻ കഴിയാത്ത രീതിയിലായിരിക്കും. അപ്പോൾ എപ്പോഴും ഹോസ്പിറ്റലിൽ എന്ത് വേണം? ഇത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ ആ ചാപ്റ്റേഴ്സിൽ പഠിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ അത് പ്രിപ്പയർഡ് ആയിരിക്കണം. എപ്പോൾ തന്നെയും ഒരു എമർജൻസി സിറ്റുവേഷൻ എപ്പോൾ വേണമെങ്കിലും ഉണ്ടായിരിക്കാം എന്നുള്ളത് പ്രിപ്പയർഡ് ആയിട്ടായിരിക്കണം ഹോസ്പിറ്റലിൽ മുന്നോട്ട് പോവേണ്ടത്. അല്ലാത്ത പക്ഷം എന്താണ്? ഹോസ്പിറ്റലിൽ അത് വലിയൊരു ബർഡൻ ആയിട്ട് മാറാനായിട്ടുള്ള കാരണമായിരിക്കാം. ഓക്കെ. Certain professional qualities have to be developed among the local health care and medical care personnel, especially the ability to estimate requirements and resources, which is the essential means of avoiding bewilderment and confusion when the disaster alert is sounded. Okay. ഇവിടെ നമ്മള് പലരും തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ടെൻസ്ഡ് ആവും അല്ലെ. അതായത് പ്രാദേശികമായിട്ട് നമുക്ക് മുന്നറിയിപ്പുകൾ നൽകും. അതായത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണെങ്കിലും അല്ലെങ്കിൽ എമർജൻസി സർവീസിലുള്ളവരാണെങ്കിലും എന്താണ്, അതിലുള്ള വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകും അല്ലെ. അതായത് എന്ത് തരം അപകടമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഒരു മുന്നറിയിപ്പ് തരും. ഈ മുന്നറിയിപ്പ് തരുന്നത് മര്യാദക്കല്ലെങ്കിൽ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള രീതിയിലല്ല നമ്മളത് അറിയിക്കുന്നെങ്കിൽ എന്താണ്, നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഭയപ്പെടും അല്ലെ. അതായത് ഇവിടെ മെഡിക്കൽ കെയർ പേഴ്സണൽസ്, മെഡിക്കൽ കെയർ സ്റ്റാഫുകൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ് എന്ത്? ഇവർ തരുന്ന മുന്നറിയിപ്പുകൾ ആശയക്കുഴപ്പമില്ലാതെ ആർക്ക് മനസ്സിലാവണം? പബ്ലിക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം അവർ പ്രസന്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അതായത് ഒരു കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാതെ തന്നെ അവർക്ക് അത് പ്രസന്റ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്താണ് എന്താ പറയുന്നത്, ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് ഇത്തരം ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടെന്നുള്ളത് നമുക്കൊരു ആശയക്കുഴപ്പവും വരരുത്. നമുക്ക് എക്സാക്ട് ആയിട്ട് കാര്യം മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ പബ്ലിക്കിന് ടെൻഷൻ അടിപ്പിക്കാത്ത രീതിയിൽ, പേഷ്യൻസിന് ടെൻഷൻ അടിപ്പിക്കാത്ത രീതിയിൽ എന്തായിരിക്കണം, അത് അവതരിപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കണം. ഓക്കെ. അതായത് കൺഫ്യൂഷൻ ഒഴിവാക്കിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങളായിരിക്കണം ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസ് പറഞ്ഞു തരേണ്ടത്. പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലുള്ള എല്ലാ സ്റ്റാഫുകളും ഇത്തരം സിറ്റുവേഷൻസിൽ എന്താണ്, ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഒരിക്കലും തരാനായിട്ട് പാടുള്ളതല്ല. ഇങ്ങനെയുള്ളതായിരിക്കണം, കൺഫ്യൂഷൻ ഒഴിവാക്കിയുള്ള നിർദ്ദേശങ്ങളായിരിക്കണം മെഡിക്കൽ കെയർ പ്രൊഫഷണൽസ് പറയേണ്ടത് കേട്ടോ. ഓക്കെ. എന്നാൽ മാത്രമേ അവിടെയുള്ള ബാക്കി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകൾക്ക് എങ്ങനെ വില്ലിങ് ആവാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ അവർക്ക് പ്രിപ്പയർഡ് ആവാൻ പറ്റും അല്ലെ. നമുക്ക് തെറ്റായ ഇൻഫർമേഷൻസ് ആണ് അവർ തരുന്നെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ ആശയക്കുഴപ്പങ്ങൾ കുറച്ചുകൊണ്ട് വ്യക്തമായ രീതിയിലായിരിക്കണം അവരത് എന്തൊക്കെ ആവശ്യകതകൾ ഉണ്ടെന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു തരേണ്ടത്. അതിൽ വരുന്ന ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ആൾക്കാരുടെ കൂട്ടത്തിൽ വരുന്ന ആൾക്കാരാണ് ആര്? മെഡിക്കൽ സൂപ്രണ്ടന്റ്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, resident physician, surgeon and switchboard operators,
some of whom would be present in the hospital at the time an alert is sounded. അപ്പോ നമുക്കറിയാലേ ഡിസാസ്റ്റർ കമ്മിറ്റിയിൽ കുറച്ച് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, ഇതിലെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരാണ് ഇവര്. അപ്പോ ഇവരാണ് ആ ഒരു ഡിസാസ്റ്റർ അലേർട്ടേഷൻ അവിടെ പുറപ്പെടുവിക്കുന്നത്. അപ്പൊ become the key person who should notify other key person in all the department wise. Operation theaters, blood bank, laboratory, radiology, medical store, ambulance service, and matron or nursing superintendent. Matron should activate all wards and starting deciding on the wards for receiving casualties. The maximum number of staff in the above department should reach the hospital within 15 to 20 minutes of the call. നമ്മളിവിടെ പറഞ്ഞ എല്ലാ ആൾക്കാരും ഇല്ലേ, അതായത് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇതിലെ വാർഡിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഓഫീസേഴ്സിനെ പറയുന്നുണ്ട്. ആരാണെങ്കിൽ കൂടി എന്താണ് നമ്മൾ ഈ ഒരു അലർട്ടേഷൻ ഫേസ് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എത്ര സമയത്തിനുള്ളിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും എത്തിച്ചേർന്നിരിക്കണം? വിത്തിൻ 15 to 20 minutes ഓഫ് ദ കോൾ അല്ലെ, ഒരു 15-20 മിനിറ്റിനുള്ളിൽ തന്നെ എന്താണ് ഈ പറഞ്ഞ എല്ലാ സ്റ്റാഫുകളും ആ ഒരു സമയത്ത് എവിടെയാണോ എത്തിച്ചേരേണ്ടത് അതിനനുസരിച്ചിട്ട് എത്തിച്ചേർന്നിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഡിസാസ്റ്റർ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇത്ര അവിടെ പറയുന്നുണ്ട് കേട്ടോ, ഏത് സർവീസസ് ആണ്. ഇപ്പൊ ഇവിടെ വാർഡിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വാർഡില് ഏറ്റവും കൂടുതൽ അതിന്റെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? മാട്രൺസ് ആണ്, അല്ലെങ്കിൽ ആരാണ്? നഴ്സുമാരാണ് കേട്ടോ, നഴ്സിനെ തന്നെ അന്വേഷിക്കുന്നത്. അപ്പൊ അവരാണ് വാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാഷ്വാലിറ്റീസും റിസീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ പേഴ്സൺസ്, പ്രത്യേകിച്ച് മെഡിക്കൽ സ്റ്റാഫ് പേഴ്സൺസ് എല്ലാം തന്നെ എന്താണ് ഇത്ര മിനിറ്റ്സിനുള്ളിൽ തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ്സ്, ഏത് ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് അവിടേക്ക് എത്തിച്ചേരേണ്ടത് അത്യാവശ്യം. നമ്മൾ ഇത്രയും ജീവനക്കാരെ വിളിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? എന്തുകൊണ്ടാണ്? ഡിസാസ്റ്റർ ആയതുകൊണ്ട് തന്നെ പരമാവധി ജീവനക്കാരും എവിടെ ഉണ്ടായിരിക്കണം? ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആയിരിക്കണം അല്ലെ. അതായത് നമുക്കറിയാം ഒരുപാട് പേഷ്യൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഇത്രയും ജീവനക്കാരെങ്കിലും ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, എത്ര മിനിറ്റ്സിനുള്ളിൽ? ഏകദേശം 10-20 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും എല്ലാവരെയും നമുക്ക് അവൈലബിൾ ആക്കി മാറ്റുകയും വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നമ്പേഴ്സ് ഓഫ് പേഴ്സൺസിന്റെ പേരുകൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ഡിസാസ്റ്ററിന്റെ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നോ നിങ്ങള് കഴിഞ്ഞ ക്ലാസ്സിലെ? ഏതെങ്കിലും ഒരു ചോദ്യം സംശയം ഉണ്ടായിരുന്നോ? മോക്ക് ടെസ്റ്റ് ഏതായിരുന്നു ഡൗട്ട് ഉണ്ടായിരുന്നേ? ഉണ്ടായിരുന്നെന്നാണോ ഇല്ലെന്നാണോ? ഓക്കെ, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെ? നോയോ? യെസ്. പിന്നെ എന്താണ് PG-യുടെ ഗൈഡ് വാങ്ങിച്ചു നിങ്ങള്? PG-യുടെ ഗൈഡ് വാങ്ങിക്കാത്തവര് വാങ്ങിക്കണോട്ടോ. പറഞ്ഞിട്ടുണ്ടല്ലോ മെയിൻ എക്സാമിന് ഗൈഡിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് വാങ്ങിക്കാൻ പറയുന്നത്. നിർബന്ധമായിട്ട് വാങ്ങിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you. Have a nice day.